ഇതിലൊന്നും തീരുന്നില്ല നിങ്ങളുടെ കഥകള്. നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പുറകെ എപ്പോഴും ആള് വേണം. റെഗുലർ ഇന്റർവെല്ലില് ചായയും കോഫിയും കുടിച്ചിട്ട് എവിടെയാണോ നിങ്ങൾ ഇരിക്കണം അവിടെ ഭക്ഷണം കൊണ്ട് വരണം. വെള്ളം വരെ ഒഴിച്ചു തരണം. നിങ്ങൾ കഴിച്ച പാത്രം നിങ്ങൾ കഴുകണം. നിങ്ങളുടെ ഡ്രസ്സ് അലക്കി തേച്ച് തരണം. ഇനി പറ്റിയ ബ്രഷില് പേസ്റ്റ് തേച്ച് തരാനും ടവൽ എടുത്തുകൊണ്ട് വരാനും മുഖം കഴുകി തരാൻ വരെ പറയും. അതെല്ലാം പോട്ടെ, ബാറ്ററി ചാർജ് തീർന്ന് ഫോൺ ഒച്ച വെക്കുമ്പോ ഏതോ ഒരു മൂല കിടക്കുന്ന നിങ്ങളുടെ പൊട്ട ഫോണിന് ഏതെങ്കിലും ഒരു മൂല കിടക്കുന്ന ചാർജർ എടുത്തോണ്ട് വന്ന് കണക്ട് ചെയ്ത് ഞങ്ങൾ തന്നെ ജീവൻ കൊടുക്കും. എത്രയോ പ്രാവശ്യം നിങ്ങൾക്ക് വരുന്ന ഫോൺ കോൾസ് ഞങ്ങൾ അറ്റൻഡ് ചെയ്ത് അവരിവിടെ ഇല്ല, ബിസിയാണ്, പുറത്തു പോയിരിക്കുകയാണ്, ബാങ്കിൽ പോയി, മൊബൈലിലൂടെ വെച്ചിട്ടാ പോയെ, എന്തൊക്കെ പറയണം. അല്ല, ഇത്രയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യേണ്ട ആവശ്യം എന്താ? ഇതിനും തീരുന്നില്ല നിങ്ങളുടെ കഥകള്. പഠിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ കോളേജിൽ പോയി അവിടെ ഒരു പെൺകുട്ടിയെ ലൈൻ അടിക്കും. അവിടെയാണ് തുടങ്ങുന്നത് ചാപ്റ്റർ 2. അവിടുന്ന് ശരിക്കുള്ള കഥ തുടങ്ങുന്നത്. അവിടെ നമുക്ക് വലിയൊരു എൻസൈക്ലോപീഡിയ തന്നെ എഴുതാം. പ്രമേ, എന്താ പറ? നിങ്ങൾ വിളിച്ചോ? ഉറക്കം വരില്ലേ? ഇല്ലാന്നേ, ഉറക്കമൊന്നും വരുന്നില്ല എനിക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നീയേ തറയിൽ വന്ന് കിടക്ക്. തറയ്ക്ക് നല്ല തണുപ്പുണ്ട്, ഞാൻ പുറത്തു പോയി കിടന്നോളാം. വേണ്ട വേണ്ട, ഞാൻ തന്നെ ആരതിയുടെ അടുത്ത് കിടന്നോളാം. ഇന്നലെ രാത്രി എന്തായെന്ന് നിങ്ങൾക്കറിയോ? അവൾ ഉറക്കത്തിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അത് കേട്ടപ്പോ തന്നെ എനിക്ക് പേടിയായി. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം. പ്രഭു, നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നേ? ഇത് അവളുടെ വീടല്ലേ, അവളുടെ വീട്ടിലേക്ക് അവൾ വന്നു. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അവൾ വന്ന സമയം മുതൽ നിനക്ക് കുറച്ച് മാറ്റമൊക്കെ ഉണ്ട്. ഒരു പ്രാവശ്യം അല്ലെങ്കിൽ കുറച്ച് സമയമൊക്കെ ആണെങ്കിൽ ശരി, ഏത് സമയം നീ ഇങ്ങനെ കാണിക്കുന്നത് അവൾക്ക് വിഷമാവില്ലേ? ഇവള് നമ്മുടെ മൂത്ത മോളല്ലേ. അമ്മയും ആദ്യത്തെ മകളും തമ്മിലുള്ള ബന്ധം അത് നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ല. ഞാനൊരു ശ്വാസം വിട്ടാ പോലും അവൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇവളുടെ സ്വഭാവത്തിൽ ചെറിയൊരു വ്യത്യാസം വന്നാൽ പോലും എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഇവളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാവുന്നത് എനിക്കാണ്. നീ ഇപ്പൊ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നേ? അവള് സന്തോഷത്തിലല്ല വിഷമത്തിലാണെന്നാണ്? അങ്ങനെയൊന്നുമല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് അത്ര വലിയ കാര്യമല്ലെങ്കിലും ആ വീട്ടിൽ എന്തോ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം സത്യ. എനിക്കെന്തോ അങ്ങനെയൊന്നും തോന്നുന്നില്ല പ്രവീ. വൈകുന്നവരേക്കും ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചേ. എനിക്ക് മാത്രമാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്നും അവിടെ ഒരു കുഴപ്പവും നടന്നിട്ടില്ല എന്നും. എന്നാൽ അടുക്കളയിൽ വെച്ച് ഇവള് പേടിച്ചുകൊണ്ട് ആരോടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പേടിച്ചുകൊണ്ടോ? എന്താ സംസാരിച്ചിരുന്നത്? അവൾ എന്താ സംസാരിച്ചെന്ന് ഞാൻ കേട്ടില്ല. പക്ഷേ ഒരുമാതിരി പേടിച്ച് വിറച്ച് ഞാൻ ചെന്നപ്പോ അവൾ എന്തൊക്കെയോ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. നിങ്ങൾ അന്ന് എന്നോട് പറഞ്ഞില്ലേ, പ്രമി, വലിയ വീട്ടിലെ ബന്ധമൊന്നും നമുക്ക് വേണ്ട എന്ന്. ഇവിടെ ഞാൻ തന്നെയല്ലേ എല്ലാത്തിനും കുഴപ്പം. അങ്ങനെയൊന്നും വിചാരിക്കണ്ട പ്രമി. കാര്യം എന്താണെന്ന് അറിയുന്നതിന് മുൻപ് നമ്മളൊരു തീരുമാനത്തിലൊന്നും എത്തണ്ട. ഞാൻ പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കുക. വിക്കിയും അവരുടെ വീട്ടുകാരെല്ലാം വളരെ നല്ലവരാ. നമ്മളായിട്ട് അന്വേഷിച്ചിരുന്നെങ്കിൽ വിക്കിയെ പോലെ നല്ലൊരു പയ്യനെ കിട്ടില്ലായിരുന്നു. വേണ്ടാത്തതൊന്നും ചിന്തിക്കണ്ട. പണ്ടേ നീ വയ്യാത്ത ആളാ. ആവശ്യമില്ലാണ്ടൊന്നും ചിന്തിക്കണ്ട. വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് വെറുതെ ടെൻഷനാകാൻ നോക്കണ്ട. കിടന്നുറങ്ങ. പ്ലെയിൻ ആയിട്ടുള്ള ഹേർട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമേ അല്ല.
അതില് അഴിക്കാൻ പറ്റാത്ത 3-4 കുരുക്കുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമാധാനാകൂ. അത് കഴിഞ്ഞാ പിന്നെ പെൺകുട്ടി ചതിച്ചു വിട്ടിട്ട് പോയി, അവള് മോശക്കാരിയ, ഹാർട്ടിനെ കുത്തി നോവിച്ച് വേറെ ആരുടെ കൂടെ പോയിന്ന് നാട് നീളെ പറഞ്ഞു നടക്കും. പെൺകുട്ടികളെ കുറിച്ച് മോശമായി പറഞ്ഞു നടക്കുന്നത് നിങ്ങൾക്കൊരു സന്തോഷം. ഇത് കാണുന്നവരോടൊക്കെ 10 പ്രാവശ്യം പറഞ്ഞ് അത് മാത്രമാണ് സത്യം എന്നുള്ള രീതിയിലാക്കും. നിങ്ങൾക്ക് ലവ് മിസ്സായി, പെൺകുട്ടി മിസ്സായി എന്നുള്ളതിനേക്കാളും ഞങ്ങളെ കുറിച്ച് ജനം പാവമാണെന്ന് പറയണം എന്നുള്ള ഒരൊറ്റ സിമ്പതിയിലാണ് നീയൊക്കെ ജീവിക്കുന്നത്. പക്ഷെ ഇതിൽ തെറ്റ് ചെയ്തത് നിങ്ങൾ മാത്രമാണെന്നുള്ള സത്യം നിങ്ങൾ അപ്പോഴേക്കും മറന്നിട്ടുണ്ടാവും. അല്ല, നിങ്ങൾ പെൺകുട്ടികളെ ലൈൻ അടിച്ച് വശത്താക്കി അവരുടെ പുറകെ കറങ്ങി യാചിച്ച് കഷ്ടപ്പെടുത്തി സ്നേഹം പിടിച്ചു പറ്റി ഗിഫ്റ്റും കൊടുത്ത് നടുറോഡിൽ മുട്ടുകുത്തി നിന്ന് ചിരിച്ച് പ്രപ്പോസ് ചെയ്യുന്നത് വരെ മാത്രമേ കാണൂ സന്തോഷം. അവള് നിങ്ങളുടെ ഡ്രാമയൊക്കെ വിശ്വസിച്ച് നിങ്ങളോട് ഐ ലവ് യു ടു എന്നും പറഞ്ഞ് അതോടെ തീർന്നു. അവിടെ കഥ കഴിഞ്ഞു. അത് കഴിഞ്ഞ പിന്നെ അവളെന്ന് വെച്ച ഒരു വിലയും കാണില്ല. പിന്നെ കെയറുമില്ല, ക്യൂരിയോസിറ്റിയില്ല, ഒരു മണ്ണം കെട്ടയില്ല. 3 ദിവസം ആകുമ്പോഴേക്കും ബോറടിച്ചു തുടങ്ങും. ഇവിടെയും തീരുന്നില്ല നിങ്ങൾ ആണുങ്ങളുടെ പുരാണം. പെണ്ണുങ്ങളുടെ പേരിൽ ലിവർ കേടാവുന്നവരെ വെള്ളം അടിച്ച് ഉരുണ്ട് വീണ് റോഡിന്റെ അളവൊക്കെ എടുത്ത് അവസാനം ഏതെങ്കിലും ഒരു നശിച്ച ഡ്രെയിനേജിനെ ബെഡ്റൂമും ആക്കും. എന്നിട്ടെങ്കിലും കുറച്ച് നാണം തോന്നും. ദൈവത്തിനാണ് ഇല്ല. ഞങ്ങൾ ആണുങ്ങളാണ് ഗ്രേറ്റ്, ബാറാണ് എന്റെ അമ്മായിമ്മയുടെ വീട്, ദേശത്തിന്റെ എക്കണോമിക് ഗ്രോത്തിന് വലിയ കോൺട്രിബ്യൂഷൻ കൊടുത്തത് ഞാനാണെന്ന് നാണവും മര്യാദയില്ലത് പറഞ്ഞു നടക്കും. ഇങ്ങനെയുണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ്. അല്ല, ഇതിലൊക്കെ കുറച്ചെങ്കിലും നാണം വേണ്ടേ? ബിയറിലെ കോള ഒഴിച്ചു കുടിക്കുന്ന ആൾക്കാരുണ്ട് അത്രേ. എന്തൊരു ടേസ്റ്റ് ആയിരിക്കും അതിന്. അതുകൊണ്ടൊന്നും തീരുന്നില്ല പ്രഹസനം. പെൺകുട്ടികൾ റൈറ്റിലേക്ക് സിഗ്നൽ ഇട്ട് ലെഫ്റ്റിലേക്ക് പോകാറെന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ കളിയാക്കാറുണ്ടല്ലോ. പക്ഷെ ഞങ്ങൾ ഒരിക്കലും പെട്രോൾ തീരുന്നത് വരെ നാട് നീളെ കറങ്ങി കിലോമീറ്റർ ദൂരം വണ്ടി തള്ളാറില്ല. അങ്ങനത്തെ നേട്ടമൊക്കെ നിങ്ങൾ ആണുങ്ങളുടെ പേരിലല്ലേ ഉള്ളത്. സത്യം പറയുവാണെങ്കിൽ മണ്ടത്തരത്തിൽ നിങ്ങളാണ് മുൻപന്തിയില്. ട്രാഫിക് സിഗ്നലിലെ നിങ്ങൾ ബെഡ്റൂമിലുള്ള ലാമ്പിനെ പോലെ കരുതി സിഗ്നൽ ജമ്പ് ചെയ്ത് എത്ര ആൾക്കാരെ നിങ്ങൾ കൊന്നിട്ടുണ്ടെന്ന് ദൈവത്തിന് മാത്രം അറിയാം. എന്നാലും അവിടെ എങ്ങാനും തീരുമോ നിങ്ങളുടെ മണ്ടത്തരം? ഒരിക്കലും ഇല്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതിനേക്കാൾ മുകളിൽ എന്നതുപോലെ നെക്സ്റ്റ് ലെവലിലേക്ക് മാറും. നിങ്ങളുടെ ലവർ എപ്പോഴാണോ ഭാര്യയാവുന്നത് അതോടുകൂടെ നിങ്ങളുടെ ലോകവും ജീവിതവും എല്ലാ കാര്യങ്ങളും മാറും. അപ്പോഴേക്കും നിങ്ങളുടെയൊക്കെ കാര്യം ഏകദേശം തീരുമാനമാകും. ദൈവത്തിനാണ് എല്ലാവരുടെയും കാര്യം അങ്ങനെയൊക്കെ തന്നെയാ. പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞാൽ തന്റെ ഭർത്താവിനെ ബോയ് ഫ്രണ്ടിനെ പോലെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളെ കൊണ്ട് അത് പറ്റില്ല. എന്താണെന്നറിയോ? താൻ ഒരു ഭർത്താവാണെന്ന് വരുത്തി തീർക്കണം. ബിൽഡപ്പ് തന്ന് ചുമതലകളൊക്കെ തലയിൽ വെക്കണം. എന്തെങ്കിലും ആവട്ടെ, എന്റെ ഭർത്താവല്ലേന്നോർത്ത് കുറെ കാര്യങ്ങളൊക്കെ ഭാര്യമാര് ക്ഷമിക്കും. പക്ഷെ എന്നിട്ട് നിങ്ങൾക്ക് അതൊന്നും മതിയാവില്ല. എന്താണെന്ന് വെച്ചാ നിങ്ങൾക്ക് എപ്പോഴും ഭംഗി കൂടുതൽ അടുത്തുള്ള വീട്ടിലെ ഭാര്യയായിരിക്കും. നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ ഇതുവരെ ആരും ട്രോളിയിട്ടില്ലെന്ന്. നിങ്ങളുടെ യൂണിവേഴ്സൽ ക്വാളിറ്റി നോക്കിയിട്ടാണ് മെൻ വിൽ ബി മെൻ എന്ന് കുറെ അഡ്വർടൈസ്മെന്റ് വരുന്നത്. പക്ഷെ നിങ്ങളുടെ തലവിധിക്ക് നിങ്ങൾ അതൊക്കെ കണ്ട് നാണിക്കുന്നതിന് പകരം നിങ്ങൾ വീണ്ടും വീഡിയോ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കക്കാന്ന് ചിരിച്ചോണ്ടിരിക്കും. നിങ്ങളുടെയൊക്കെ മുഖം നോക്ക്. ഇത്രയൊക്കെ ആയിട്ട് നിങ്ങളുടെ ഗ്രേറ്റ്നെസ് തീർന്നോ? നോ വേ. ഞങ്ങൾ റെഡിയാവാൻ ലേറ്റ് ആയ വഴക്ക് പറയുന്ന നിങ്ങൾ റോഡിൽ ഏതെങ്കിലും ഹായ് ബൈ ഫ്രണ്ടിനെ കിട്ടിയാലും 2 മണിക്കൂർ സംസാരിച്ചോണ്ട് നിൽക്കാൻ ഒരു മടിയില്ല. അപ്പൊ ലേറ്റ് ആയാലും പ്രശ്നമില്ല. ഷോപ്പിങ്ങിന് പോയാൽ ദിവസം മുഴുവൻ അവിടെ ആയിരിക്കും. നിങ്ങൾ പറയാറില്ലേ ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാനേ അറിയില്ല എന്നുള്ള കാര്യം? ഈ ഭർത്താക്കന്മാരെ സെലക്ട് ചെയ്തത് ഞങ്ങളാണെന്നുള്ള കാര്യം അപ്പൊ അവര് മറന്നു പോകും. ഇതുകൊണ്ടെങ്ങാനും തീരുമോ നിങ്ങളുടെ കോമഡി? ഒരു ചാൻസും ഇല്ല.
മണിക്കൂർ കണക്കിന് മൊബൈൽ യൂസ് ചെയ്യാൻ സമയം കാണും. പക്ഷെ ഭാര്യയോട് സംസാരിക്കാൻ മാത്രം സമയം കാണില്ല. നിങ്ങൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് എത്ര എമർജൻസി ആണെങ്കിലും സിഗരറ്റ് വാങ്ങാനുള്ള സമയം കാണും. പക്ഷെ ഭാര്യ പറയുന്ന സാധനം വാങ്ങാൻ എന്തായാലും മറക്കും. പാവം, നിങ്ങളോട് നനഞ്ഞ ടവല് ബെഡിലിടില്ല എന്ന് പറഞ്ഞ ടെൻഷൻ ആവും. വീട്ടിൽ ഏത് സ്വിച്ച് ഏത് ലൈറ്റിന്റെ ആണെന്ന് കൺഫ്യൂഷൻ ആകും. ഭാര്യ ആഗ്രഹിച്ച ഒരു ചായ ഉണ്ടാക്കി തരാവോ ചോദിച്ചാൽ ചായ ഉണ്ടാക്കുന്ന പ്രോസസ്സ് പോലും റോക്കറ്റ് സയൻസ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങളൊക്കെ ഏത് വർഗത്തിൽപ്പെട്ടതാ? ലോകത്തെ വീക്ക്നെസ് ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങളാണ് സ്ട്രോങ് എന്ന് എപ്പോഴും പോസ്റ്റർ അടിച്ച് പറഞ്ഞു നടക്കുന്ന ഒരേ ഒരു ജീവി നിങ്ങളാ. ഞങ്ങൾ പെൺകുട്ടികള് ഒരു സമയം തന്നെ പല ജോലികളും ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് അടുത്തുള്ളവരാരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാവും, വേറെ ഒന്നും വേണ്ട. അവിടെയും തീരുന്നില്ല നിങ്ങളുടെ കഥകളൊക്കെ. ടു ബി ഫ്രാങ്ക്, തീരുന്നതേ അല്ല. നിങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ ഇനിയുണ്ട് ഒരു ജന്മത്തെ കഥകൾ കേൾക്കണം. എന്റെ ഗുരുവായൂരപ്പ, ഒന്നല്ല 7 ജന്മത്തിൽ കേൾക്കേണ്ടതൊക്കെ ഞങ്ങൾ കേട്ട് കഴിഞ്ഞു. മതി എന്റെ അമ്മോ, ഒന്ന് നിർത്ത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ ഗ്രേറ്റ്? എന്തായാലും നിങ്ങൾ പെണ്ണുങ്ങളെ ഗ്രേറ്റ്. നിങ്ങളാണ് സ്ട്രോങ്ങും. ഇനി ദൈവത്തിനാണ് ഇങ്ങനെയൊന്നും ആരോടും ചലഞ്ച് ചെയ്യില്ല. ഒന്ന് ക്ഷമിക്കമ്മോ. അതാണ് നല്ല ആൺകുട്ടികളുടെ ലക്ഷണം. എടാ സുമേഷേ, സിദ്ധാർത്ഥേട്ടാ, ഞാൻ ഈ ലെവലിൽ സ്പീച്ച് പറഞ്ഞോ? എന്റെ ലെവലിലൊക്കെ ഇവർക്ക് എങ്ങനെ വരാൻ പറ്റാ? ലൂസേഴ്സ്. പോട്ടമ്മോ, സമാധാനമായിട്ടിരിക്കെ. ബാ ഇരിക്കെ. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ബോസ്. പക്ഷേ ആ റൗഡി ബേബിയുടെ പ്രസംഗം മാത്രം വേണ്ട. പ്രസംഗം മാത്രം വേണ്ട. പ്രസംഗം മാത്രം വേണ്ട. ആരതി ഇത്ര നേരത്തെ തന്നെ വിളിക്കുന്നവള്? ഹലോ. അയ്യോ, ഇപ്പോഴെങ്കിലും വിക്കി ഫോൺ എടുത്തല്ലോ. എനിക്ക് ഒരുപാട് സന്തോഷായി. ഇന്ന് വിക്കി വീട്ടിലേക്ക് വരുമല്ലോ അല്ലേ ചടങ്ങിന്? ഇപ്പൊ വരെ നമുക്കിടയിലുള്ള പ്രശ്നം തീർന്നിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. മറ്റുള്ളവരെ വെറുതെ കാണിക്കാൻ വേണ്ടി സന്തോഷത്തോടെ ഇരിക്കുന്നു പറയാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ദയവ് ചെയ്ത് അങ്ങനെയൊന്നും പറയരുത് വിക്കി. വന്നിട്ട് അഞ്ജുവിനെ അനുഗ്രഹിച്ചിട്ട് പോക്കോ. വിക്കി വന്നിട്ടില്ല എങ്കിൽ ഇവിടെയുള്ള എല്ലാവർക്കും സങ്കടാവും. മാത്രമല്ല നല്ലതുപോലെ പേടിയും ഉണ്ടാവും. അച്ഛന്റെ റിട്ടയർമെന്റിന്റെ അന്ന് നമ്മൾ ഇതുപോലെ വന്നില്ലായിരുന്നു. ഇതിനും കൂടി വന്നില്ല എങ്കിൽ അച്ഛനും അമ്മയ്ക്കും അത് നല്ല വിഷമാവും. നീ ബാക്കിയുള്ള എല്ലാവരുടെ ഫീലിങ്സിനാണ് ഇപ്പൊ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ നീ എന്റെ ഫീലിങ്സിന് ഒരല്പം പോലും കെയർ കൊടുക്കുന്നില്ല. ബാക്കിയുള്ളവരെ പറ്റി ഇത്രയും ചിന്തിക്കുന്ന ആള് ആ കാശിന്റെ കാര്യത്തെക്കുറിച്ച് ഈ എന്റെ അടുത്തുനിന്ന് തന്നെ മറച്ചു വെക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ഇപ്പോഴും വിക്കിയുടെ ഭാര്യയാണ്. വേറെ എല്ലാരുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ എന്റെ അടുത്ത് സംസാരിക്കാൻ നിൽക്കരുത് വിക്കി. എന്നെ എപ്പോഴും വിളിക്കുന്നത് പോലെ ഇപ്പോഴും വിളിച്ചൂടെ വിക്കിക്ക്? നീ പറയുന്ന കേട്ടതൊന്നും ഞാൻ നിന്നെ ഇതുവരെ നോക്കിയിട്ടില്ലാന്ന്. ദേ ഇപ്പൊ കൂടെ നിനക്ക് ആ കാശിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇഷ്ടമല്ലാന്ന് എനിക്ക് മനസ്സിലായി. വെറുതെ നിന്റെ വാക്ക് മറക്കാൻ നോക്കണ്ട. ഇത്രയും രാവിലെ കോൾ ചെയ്തപ്പോ ഞാൻ വിചാരിച്ച എന്തെങ്കിലും എമർജൻസി കാര്യം പറയാനായിരിക്കുന്നു. ഇപ്പഴാ മനസ്സിലായി വെറുതെ വിളിച്ചാണ്. പ്ലീസ് കോളൊന്ന് കട്ട് ചെയ്യും. അത് വിക്കി, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ണെങ്കിൽ വിക്കി വരുന്നില്ല എന്നും പറഞ്ഞ് വല്ലാണ്ട് ടെൻഷനായിട്ട് ഇരിക്കാം. ഇനി വിക്കി വരില്ല എന്നാണെങ്കിൽ ഞാൻ എന്താ ദൈവമേ ഇനി അമ്മയോട് പറയാ? ദൈവമേ,
നീ തന്നെ കാത്തു രക്ഷിക്കണേ.